സത്യഭാമ ജയിലിലേക്ക്. അധിക്ഷേപ പരാമർശത്തിൽ ആട്ടക്കാരി സത്യഭാമയ്ക്കെതിരെ പോലീസ് കേസെടുത്തു. കലാഭവൻ മണിയുടെ സഹോദരനും മോഹിനിയാട്ടം നർത്തകനുമായ ഡോക്ടർ RLV രാമകൃഷ്ണൻ നൽകിയ പരാതിയിന്മേലാണ് തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. SC/ST വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. ജാമ്യമില്ലാ വകുപ്പാണ് സത്യഭാമയ്ക്കെതിരെ ചുമത്തിയത്. ഒരു യൂട്യൂബറുമായി നടത്തിയ ചർച്ചയിൽ തന്നെ വ്യക്തിപരമായി അപമാനിച്ചെന്നാണ് ആട്ടക്കാരി സത്യഭാമയ്ക്കെതിരായ പരാതി. ചാലക്കുടി DYSPക്കായിരുന്നു രാമകൃഷ്ണൻ പരാതി നൽകിയത്. തുടർ നടപടികൾക്കായി പരാതി തിരുവനന്തപുരം പോലീസിന് കൈമാറുകയായിരുന്നു. അഭിമുഖം നൽകിയ യൂട്യൂബ് ചാനലിനെതിരെയും നടപടി വേണമെന്നാണ് രാമകൃഷ്ണൻ പരാതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാക്കയുടെ നിറമാണെന്നും നൃത്തം ചെയ്യുന്നത് കണ്ടാൽ പെറ്റതള്ള സഹിക്കില്ലെന്നുമായിരുന്നു സത്യഭാമയുടെ അധിക്ഷേപം. മോഹിനിയാകുവാൻ സൗന്ദര്യം വേണം, കറുത്ത കുട്ടികൾ മേക്കപ്പ് ഇട്ടാണ് മത്സരങ്ങളിൽ സമ്മാനം വാങ്ങുന്നത്, കറുത്ത നിറമുള്ളവരെ മോഹിനിയാട്ടം പഠിപ്പിക്കുമെന്നും എന്നാൽ മത്സരങ്ങളിൽ പങ്കെടുക്കരുതെന്ന് പറയുമെന്നും അവർ വ്യക്തമാക്കിയിരുന്നു. RLV രാമകൃഷ്ണനെതിരായ പരാമർശങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു എന്നായിരുന്നു നേരത്തെ സത്യഭാമയുടെ നിലപാട്. എന്നാൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന് കണ്ടതോടെ സത്യഭാമ ഓട്ടം തുടങ്ങി. 1924 വൈക്കം സത്യാഗ്രഹത്തോടെ ജാതി പടിയിറങ്ങിപ്പോയെന്ന് കരുതിയവർ ഇപ്പോഴും മൂഢസ്വർഗത്തിലാണെന്ന് പറയണം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴും റിപ്പബ്ലിക് ആയപ്പോഴും ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ നിലവിൽ വന്നപ്പോഴും മാറാതെ നിന്ന ഒന്നുണ്ടെങ്കിൽ അത് ജാതിയാണ്. ജാതിമത വർഗ വർണ്ണ ചിന്തകളാണ്. അതെങ്ങും പോയിട്ടില്ല. അതിപ്പോൾ കലാമണ്ഡലമാണെങ്കിലും പാർലമെന്റ് മന്ദിരമായാലും ജാതി ജാതി തന്നെയാണ്. നർത്തകനും ഗവേഷകനുമായ RLV രാമകൃഷ്ണനെതിരെ സത്യഭാമയും സംഗീതജ്ഞൻ TM കൃഷ്ണയ്ക്കുമെതിരെ തമിഴകത്തെ ചില പ്രമുഖ കർണാടക സംഗീതജ്ഞരും രംഗത്ത് വന്നതിനും ഇതുപോലെ തന്നെ വ്യക്തമായ പരിസരവും ചരിത്രവുമുണ്ട്. സത്യഭാമയും കൂട്ടരും ഉള്ളിൻ്റെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന വിഷം ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല. കാലാകാലങ്ങളായി ഇന്ത്യൻ സമൂഹത്തിൽ നിലനിൽക്കുന്ന വിവേചനത്തിൻ്റെയും വെറുപ്പിൻ്റെയും അസഹിഷ്ണുതയുടെയും പൊട്ടിയൊഴുകലാണ് ഈ രണ്ട് സംഭവങ്ങളിലും ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവയെ നമുക്ക് സമഗ്രമായും സൂക്ഷ്മമായും പരിശോധിക്കേണ്ടതായുണ്ട്, പ്രതികരിക്കേണ്ടതായുണ്ട്, എതിർക്കേണ്ടതായുണ്ട്, വായടപ്പിക്കേണ്ടതായുണ്ട്. രാമകൃഷ്ണനെ മാത്രമല്ല, പരിഷ്കൃത സമൂഹത്തെ ഒന്നാകെയാണ് സത്യഭാമ ഇതിലൂടെ അധിക്ഷേപിച്ചത്. ഇവിടെ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വസ്തുത, ഈ അധിക്ഷേപങ്ങൾക്കെതിരെ ഇത്രയധികം ശക്തമായി കേരളീയ സമൂഹം പ്രതികരിച്ചെങ്കിലും സത്യഭാമയ്ക്ക് ഒരു തരത്തിലുമുള്ള മനസ്താപമോ കുറ്റബോധമോ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നതാണ്. താൻ പറഞ്ഞത് തീർത്തും ന്യായമായ ഒരു കാര്യമാണെന്നാണ് അവർ ഇപ്പോഴും ആവർത്തിക്കുന്നത്. അതായത് തൻ്റെ പറച്ചിലും ചെയ്തിയിലും അവർക്ക് യാതൊരു തരത്തിലുള്ള തെറ്റും തോന്നുന്നില്ല, കുറ്റബോധവും. മനുഷ്യരെ നിറത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുന്നതിൽ യാതൊരു പ്രശ്നവുമില്ലെന്ന ബോധ്യമാണ് അവരെ ഇപ്പോഴും നയിക്കുന്നത്. പലവട്ടം ഈ കാഴ്ചപ്പാട് പരസ്യമായി ആവർത്തിക്കുന്നതിനും അവർ തയ്യാറാവുന്നു. ഇത്തരമൊരു മാനസികാവസ്ഥയിലേക്ക് സത്യഭാമ എത്തുന്നത് ഒരു ദിവസം കൊണ്ടല്ല. ഇവിടെയാണ് സത്യഭാമയാക്കുന്ന പരിസരം നമ്മൾ തിരിച്ചറിയേണ്ടുന്നത്. സിദ്ധാർത്ഥൻ എന്ന ചെറുപ്പക്കാരനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയവർക്ക് എന്തെങ്കിലും കുറ്റബോധമുണ്ടായോ? TP ചന്ദ്രശേഖരനെ 51 വെട്ടുവെട്ടി ഇല്ലാതാക്കിയവർക്ക് എന്തെങ്കിലും കുറ്റബോധമുണ്ടായോ? അഭിമന്യുവിനെയും ധീരജിനെയും ക്യാമ്പസിലിട്ട് വെട്ടിക്കേറിയവർക്ക് എന്തെങ്കിലും പശ്ചാത്താപമുണ്ടായോ? പ്രൊഫസർ TJ ജോസഫിന്റെ കൈപ്പത്തി വെട്ടിമാറ്റിയവർ അതേ ചൊല്ലി ദുഃഖിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഗാന്ധിജിയെ വധിച്ച ഗോഡ്സെ അതിൽ തരിമ്പ് പോലും ദുഃഖിച്ചില്ല എന്ന് മാത്രമല്ല, ആ കൊടും കൃത്യത്തെ ന്യായീകരിച്ച് പ്രബന്ധം തയ്യാറാക്കുകയും ചെയ്തു. ഈ ഗോഡ്സെ പ്രകീർത്തിച്ച പ്രഗ്യാ ഠാക്കൂറിനെ ഭോപ്പാൽ ലോക്സഭാ മണ്ഡലത്തിൽ നിർത്തി വിജയിപ്പിക്കുകയാണ് BJP ചെയ്തത്. ആത്മപരിശോധനകൾ, പശ്ചാത്താപങ്ങൾ, തെറ്റുതിരുത്തലുകൾ, മനുഷ്യർ മുന്നോട്ട് നടക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇത്തരം മനസ്താപങ്ങൾ, ഏറ്റുപറച്ചിലുകൾ ഇപ്പോൾ വല്ലാതെ കുറഞ്ഞിരിക്കുന്നു. ചെയ്തത് തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞാൽ പശ്ചാത്തപിക്കുകയും മാപ്പ് ചോദിക്കുകയും ചെയ്യുമ്പോഴാണ് മനുഷ്യനാവുന്നത്. പക്ഷേ നിലവിലുള്ള ഇന്ത്യയിൽ തെറ്റുകൾ ന്യായീകരിക്കപ്പെടുകയാണ്. പ്രതിഷേധിക്കുന്നവരെ അടിച്ചൊതുക്കുന്നവർ ജീവൻ രക്ഷാപ്രവർത്തനമാണ് നടത്തുന്നതെന്ന പ്രസ്താവനയും ഇതോടൊപ്പം നാം ചേർത്ത് വായിക്കണം. ഇങ്ങനെ അക്രമങ്ങളും വിവേചനവും നോർമലൈസ് ചെയ്യപ്പെടുന്ന സമൂഹങ്ങളിലാണ് സത്യഭാമമാർ പിറവിയെടുക്കുന്നത് എന്ന് നാം തിരിച്ചറിയണം. എന്തായാലും അധിക്ഷേപസ്വരത്തിനെതിരായി എടുക്കുന്ന നടപടികൾ സത്യഭാമമാരുടെ വായടപ്പിക്കുമെന്ന് മാത്രമല്ല, ഈ നടപടികൾ ജനാധിപത്യത്തിന്റെ അന്തസ് ഉയർത്തും എന്നതിൽ സംശയമില്ല. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.
നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.